ഹായ് എവരിവൺ, GCC മലയാളം മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ERP സോഫ്റ്റ്വെയർ, അതായത് ഓഡു ERP. അപ്പൊ ഈ ഓഡു ERPനെ കുറിച്ച് നമ്മൾ ഇവിടെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഡു ERP ഈ ഒരു കോഴ്സിന് വേണ്ടി തെരഞ്ഞെടുത്തത്, അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോന്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വ്യൂ ആണ് ഓഡു ERP. ഈ കാണുന്ന ഇന്റർഫേസ് ആണ് ഓഡുവിൻ്റെത്. അതായത് ERP എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയുടെ A to Z എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സിസ്റ്റത്തിൽ കിട്ടുക എന്നതാണ് ERPയുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ലീഡ് മുതൽ, അതായത് CRM മുതൽ അക്കൗണ്ട്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഒറ്റ സിസ്റ്റത്തിലേക്ക് കിട്ടുക. അതും മാത്രമല്ല, ആ ഒരു കമ്പനിയുടെ HR, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടോ, ഇപ്പൊ പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്ട് മാനേജ് ചെയ്യുന്നത്, ഹെൽപ്പ് ഡെസ്ക്, അതിന് ഫീൽഡ് സർവീസ് ഉണ്ടെങ്കിൽ ഫീൽഡ് സർവീസ്, അതെല്ലാനും കൂടി എല്ലാനും കൂടി ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. അതാണ് ERPന്റെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഓഡു ERPയിൽ ഒരു കമ്പനിക്ക്, അതായത് ഒരു സ്മോളോ മീഡിയോ അല്ലെങ്കിൽ മൈക്രോ ലെവലുള്ള ഏതൊരു കമ്പനിക്കും നമുക്ക് സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ERP സിസ്റ്റമാണ് ഓഡു എന്ന് പറയുന്നത്. നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ ഈ ഒരു ERP സെലക്ട് ചെയ്യാനുള്ള കാരണവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഓഡു ERPയുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത്രയും മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇനിയും നമുക്ക് മൊഡ്യൂളുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓരോന്നും മൊഡ്യൂൾ വൈസ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ പല കമ്പനികളിലും പല ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും എന്ത് ചെയ്യുക. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ HR ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊജക്ട് ആണെങ്കിൽ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾക്ക് യൂസർ വൈസ് അവർക്ക് എന്ത് ചെയ്യാം, അവരുടേതായ ഡാറ്റാസ്, അവരുടേതായ ആക്സസ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പറയുന്നത് മൊഡ്യൂൾ വൈസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അഡ്മിൻ ലെവലായുള്ള ഒരാൾക്ക് എല്ലാ മൊഡ്യൂളും കാണുന്ന രീതിയിലും, ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള ഒരു യൂസർക്ക് അവരുടേതായ ഫങ്ഷനാലിറ്റി മാത്രം കാണുന്ന രീതിയിലുമാണ് ഈ ERP ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ERP ഓരോ രാജ്യങ്ങളിലും അവരുടെ ലോക്കലൈസേഷൻ അനുസരിച്ച്, അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടെ യൂസ് ചെയ്യുന്ന വാറ്റ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ GCC രാജ്യങ്ങളായ സൗദി, UAE, ബഹ്റൈൻ, ഒമാൻ, ഈ 4 രാജ്യങ്ങളാണ് കറന്റ് വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ആ വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ പേരിൽ തന്നെ അവിടെ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സുകളുണ്ട്, ടാക്സ് റിപ്പോർട്ടുകൾ. അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ERPയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ മുന്നിൽ നമ്മൾ എടുക്കുവാനുള്ള മെയിൻ കാരണം. അതും മാത്രമല്ല, ഒരു ബിസിനസ് ഫ്ലോ, അതായത് ഒരു GCC രാജ്യങ്ങൾക്ക് വേണ്ട ഒരു വർക്ക് ഫ്ലോ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ബിസിനസിന്റെ വർക്ക് ഫ്ലോ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ERPയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ കയറി ഓഡു എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, ഇപ്പൊ ഏത് ലെവലിലാണ് ഈ സോഫ്റ്റ്വെയർ നിൽക്കുന്നത്, കഴിഞ്ഞ വർഷം മുതൽ, അതായത് കഴിഞ്ഞ 3 വർഷം മുതൽ ഈ വർഷം വരെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ടോപ്പ് 10 സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് അതിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ഓഡു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്നൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഇത് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതൊരു മൾട്ടി കമ്പനിയാണ്. അതായത് മൾട്ടി കമ്പനി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ERP ആണ് ഓഡു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ GCC വാറ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 4 കമ്പനിയായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് UAE ബേസ്ഡ് കമ്പനി, ഒന്ന് KSA ബേസ്ഡ് കമ്പനി, ഒന്ന് ബഹ്റൈൻ ബേസ്ഡ്, ഒന്ന് ഒമാൻ ബേസ്ഡ്. കാരണം ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ വാറ്റ് സിസ്റ്റം ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 കമ്പനിയായിട്ട് നമ്മളിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ കമ്പനികളും ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻസുകളും നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്ത് അതിന്റെ ഫങ്ഷനാലിറ്റി വാറ്റ് റിപ്പോർട്ടിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്.
ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ ഇതിലൊരു കമ്പനി ബേസ് ഒരു ടാക്സ് റിപ്പോർട്ട് എങ്ങനെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യമായി കമ്പനി സെലക്ട് ചെയ്യുന്നു. കമ്പനി പോയിട്ട് അക്കൗണ്ടിങ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടാക്സ് റിപ്പോർട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ. ഈ ടാക്സ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അതോറിറ്റി ആയ FDA, ഓക്കെ, ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ. ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ഏതൊക്കെ ഫീൽഡിലാണ് വാല്യൂസ് വരുന്നത്, എങ്ങനെയാണ് ഏത് ടൈപ്പ് സപ്ലൈ ടൈപ്പ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫീൽഡിലേക്കും വാല്യൂ വരുന്നത്, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോബ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഈ ഒരു ട്രാൻസാക്ഷൻസ് ഈ ഒരു സപ്ലൈ ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഈ സപ്ലൈ ടൈപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് കമ്പനിയുടെ ഒരു ടാക്സ് റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ KSA എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ടാക്സ് റിപ്പോർട്ട് ഉണ്ട്, അതും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിലേക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ എൻട്രി ചെയ്ത് ഓരോ വാല്യൂസും വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു വാല്യൂ ഇതിലേക്ക് വന്നത്, കസ്റ്റമർ രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ, എക്സ്പോർട്ട് ആണെങ്കിൽ GCC ഔട്ട്സൈഡ് ആണോ, GCC ഇൻസൈഡ് ഉള്ള കസ്റ്റമർ ആണോ, അത് രജിസ്റ്റേർഡ് ആണോ, അങ്ങനെ പല രീതിയിലുള്ള ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്ത് തന്നെ പഠിക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ എൻ്റർ ചെയ്ത് നമ്മൾ യുടെ ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു, KSAയുടെ ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹ്റൈൻ്റെ ടാക്സ് റിപ്പോർട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. ഇതാണ് ബഹ്റൈൻ്റെ സ്റ്റാൻഡേർഡ് ടാക്സ് റിപ്പോർട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒമാന്റെയും ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന 4 രാജ്യങ്ങളുടെയും ടാക്സ് റിപ്പോർട്ട് ഓരോ ട്രാൻസാക്ഷൻസ് ലെവലും നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് ഇതിലേക്ക് വരുന്ന റിസൾട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഓരോ ഫീൽഡിലേക്കും വാല്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഒമാനിൽ ഒരു ജോബ് കിട്ടി, അല്ലെങ്കിൽ UAE ഒരു ജോബ് കിട്ടി, അതുപോലെ തന്നെ അല്ലെങ്കിൽ സൗദിയിൽ ഒരു ജോബ് കിട്ടി, അല്ലെങ്കിൽ ബഹ്റൈനിൽ ഒരു ജോബ് കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ ഓൾറെഡി നമ്മൾ അവിടുത്തെ ഒരു പോർട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അവിടുത്തെ വാല്യൂസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഫീൽഡിന്റെയും വാല്യൂ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് ഇന്ന ടൈപ്പ് ട്രാൻസാക്ഷൻ ആയതിന്റെ പേരിലാണ് ഇവിടെ ഞാൻ ഈ ഒരു എമൗണ്ട് ഇട്ടത്, അതായത് ഈ എമൗണ്ട് വിട്ടതല്ല വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി അത് മാത്രമല്ല, ഈ ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാനുള്ള കാരണം, നിങ്ങൾക്ക് ഒരു ഗൾഫ് രാജ്യത്ത് ഒരു ബിസിനസ് സ്ട്രക്ചർ, ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നതിനും വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഓഡു ERP നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ വേർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 30 days വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും നമ്മൾ ഷെയർ ചെയ്ത് തരും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ. അത് എല്ലാവർക്കും ഇല്ല, നമ്മൾ ഈ കോഴ്സ് പല ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓരോ ഘട്ടങ്ങളിലായിരിക്കും നമുക്ക് ഈ ഒരു ആക്സസ് ഉണ്ടാവാം. ക്ലിയർ?